അവരെവിടെ പോയാ? നീ ചായ വേണ്ടേ? കയറ് ചവറ് കൊണ്ട് കളഞ്ഞിട്ട് വാമ്മ. എവിടെ ബക്കറ്റ് കൊണ്ട് വെച്ചിരിക്കണ? ഇവിടെ അവിടെ തറയിലിടിയും പിന്നെ എങ്ങാനും പറക്കേ. അതിന് അതിന് ബക്കറ്റ് അങ്ങ് കൊണ്ട് വെച്ചിരിക്കണ. എന്നിട്ട് ഇവിടുന്ന് പറക്കി അവിടെ കൊണ്ടിടോ. യോ എന്റെ പൊന്നു ശോഭനെ, ഇവിടെ അത്രയും പറക്കി അവിടെ കൊണ്ടിരുന്നേ കാട്ടി നല്ല. നിങ്ങൾക്ക് ബക്കറ്റ് ഇവിടെ എങ്ങാനും വെച്ചാ പോരെ. ബക്കറ്റ് അവിടെ കൊണ്ട് തരണം. ഈ ചോദല്ല വല്ലത് മനുഷ്യ പറയണേ. എത്ര ദിവസത്തോട് ആശുപത്രിയോട് നടക്കണ്. വല്ലത് വാങ്ങിക്കാൻ പറയേ. എന്തൊരു വാങ്ങിക്കാൻ? വല്ലത് വാങ്ങിച്ചു. അമ്മ നിങ്ങൾ ഇത്രയും ദിവസം നമ്മൾ ആശുപത്രിയിൽ നടന്നിട്ട് ഇവിടെ എന്തിനെങ്കിലും മുട്ടുണ്ടായിരുന്ന? കാപ്പി കിട്ടിയാ? കാപ്പി രാത്രി ഉണ്ടാക്കണ ചോറ് തിന്നല്ല? ഇന്നലെ ഉച്ചക്ക് ചോറ് തിന്നില്ലേ? ഉച്ചക്ക് ചോറ് തിന്നല്ല. രാത്രി ചോറ് അപ്പോ പുട്ട എന്തായാലും തന്നില്ലേ അമ്മ? നിങ്ങൾ പട്ടിണി കിടന്നുണ്ടാ? പട്ടിണി കിടന്നില്ല. അപ്പൊ കിട്ടല്ലേ പിന്നെന്ത്? ചോറ് ചെറുക്കനെ ജോലിക്ക് പറഞ്ഞാൽ ചെറുക്കൻ ജോലിക്ക് പോവാത്തണ്ട രാത്രി പുട്ടായി പോയാ? അല്ല നിങ്ങള് പുട്ട് വേണോന്ന് പറഞ്ഞോണ്ടല്ലേ? ഇന്ന് പുട്ട വെച്ച ചോറിരിക്കണ്ടേ. എല്ലാരും പറയണേ നിങ്ങളെ ഇഷ്ടത്തിനൊന്നും നിക്കരുത്. നിങ്ങൾ ഇങ്ങനെ തോന്നുമ്പോ പുട്ടും അപ്പൊക്കെ ചോദിക്കുമ്പോ വച്ചു കൊടുക്കണോണ്ടാണ് നിങ്ങൾ ഭയങ്കര എന്നാണ് പറയണ. ആളുകൾ പറയണ ആളുകൾ ഇത് പറയും പറയും. ഡോറയുടെ ചെവി പൊങ്ങയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനൊന്ന് പ്രതികരിച്ചേക്കാന്ന്. സൗണ്ട് മാറും പറ്റതാണ്. നോക്കണുണ്ടോ? എന്റെ സമയമായോ ചേച്ചി? കഴിച്ചാ? ആഹാരം കഴിച്ചാ? ഇന്നത്തെ ആഴ്ച ഞായറാഴ്ച കൊച്ചു ഡാൻസിന് പോവാൻ നിക്കണ കണ്ടില്ലേ? ആശുപത്രി കൊണ്ടുപോകണം. പോണം. ആശുപത്രി സൂചികളെ എന്നും ആശുപത്രി തന്നെ. എന്നും ആശുപത്രി തന്നെ. ഒന്നും വ്യാപിപ്പില്ലേ? ആശുപത്രിയോട് നടന്നാൽ മതി. അവരെ ഒന്നും വ്യാപിക്കണില്ലേ? രാവിലെ ആശുപത്രിയോട് നടന്നാൽ മതി. മക്കളെ വയ്ക്കാനുള്ളത് അതിന് ഇവിടെ ഒന്നും വയ്ക്കണില്ലേ? എന്നും ആശുപത്രിയോട് നടന്നാൽ മതി. അമ്മ എന്നാ ആശുപത്രി എവിടെ നിക്കട്ടെ? നിങ്ങൾ ഇവിടെ ഒന്നും വയ്ക്കണില്ലേ? വീട്ടിലൊന്നും വയ്ക്കണില്ലേ? വീട്ടിനകത്ത് ഒന്നും വ്യാപിക്കാതെ അമ്മ ഇവിടെ ഒന്നും വ്യാപിക്കണില്ലേ? ഞാൻ ചോദിക്കണ ഇവിടെ ഒന്നും വ്യാപിക്കണില്ലേ? ഇവിടെ വ്യാപിക്കണ കാലത്തല്ലേ വ്യാപിക്കാം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് വ്യാപിക്കണത്? നിങ്ങൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ വ്യാപിച്ചോണ്ടിരിക്കണോ? ഓരോ കുടുംബത്തില് രാവിലെ ജോലി തീർക്കണില്ല. അവള് മറ്റു 11 മണി വരെ ഉറങ്ങണ്. മൂതേവിന്നാണ് ഓരോ കുടുംബത്തില് പരാതി. ഇവിടെ രാവിലെ 7 മണിക്ക് മുമ്പ് ചോറ്, കാപ്പി, പട്ടീരാഹാരം, മീൻകറി, മരിച്ചീനി ആണെങ്കിൽ അല്ലെങ്കിൽ തോരൻ, സാമ്പാർ, ഒഴിക്കാൻ എല്ലാം ആവും 7 മണിക്കുള്ളിൽ. അവരെ പരാതി 7 മണിക്കുള്ളിൽ ഇവിടെ ജോലി തീരണേന്ന്. ഞാൻ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇഷ്ടം. പറഞ്ഞോളൂ. എവിടാ? ഇന്നൊന്നും അല്ല ഓണം പരിപാടി. ഓണം പരിപാടിക്ക് ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട് കേട്ടാ. 1-ാം തീയതി. എന്തിന്റെ 1-ാം തീയതി? വിഷു 1-ാം തീയതി. വിഷുവാ? നിങ്ങൾ ഈ വിഷുവിൽ പിടിക്കണ എന്തിനാ? ചിങ്ങ ഒന്നെന്നു ചോര്. ചിങ്ങ 1-ാം തീയതി. വണ്ടി ചരിഞ്ഞ് വീഴയുള്ളൂ അടുത്ത മാസം. ഈ മാസം ഒന്ന്. ഡേറ്റ് ഞാൻ മറന്നുപോയ. ഞാൻ കലണ്ടറിൽ നോക്കിട്ട് പറയാം. നാളെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്ന് രാത്രി തൊട്ടേ മറ്റേ ചിങ്ങ 1-ന്റെ കൈനീട്ടത്തിന് വേണ്ടി ഇവിടെ കിടന്ന് കൊലപാതകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഈ കഴിപ്പതും വച്ചതും മാത്രമേ ഉള്ളൂ. നേരം വെളുത്ത് നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നും ഇല്ലേ? എല്ലാരും പറയുന്ന കണക്ക് പറയുന്ന കണക്ക് എന്ത് തുടങ്ങിയാലും ആഹാരം. നിങ്ങൾക്ക് ആഹാരം കൃത്യമായിട്ട് കിട്ടേയില്ലേ? പിന്നെ ഇതിന് ആഹാരത്തിന്റെ കാര്യം പറയണ? വേറെ എന്തെങ്കിലും ചോദിച്ചാണ്?
എന്തൊരു പറഞ്ഞാലും ആഹാരം ആഹാരം ആഹാരം. ചന്തയിൽ പോണില്ല, ചന്തയിൽ പോയി മീൻ വാങ്ങിക്കാൻ അമ്മ ആഹാരത്തിൽ നിന്ന് വിട്, നിങ്ങൾ വേറെ എന്തെങ്കിലും ചോദ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആഹാരത്തിന്റെ കാര്യം മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇതെന്തോന്നാണ് ജീവിതം? ഗോതമ്പ് ഗോതമ്പ് കോവിലെ ഉണ്ടാ മാറ്റർ മാറി. അതിന് ചോര്. ഏത് കോവിലിൽ പോണം? ഇവിടെ നമുക്ക് ഇവിടത്തെ ആറ്റക്കോല് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പൊന്നാറ്റുകാലമ്മേ അവക്കും കുടുംബത്തിന് നല്ലത് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചാ പോരെ? കണ്ടു തൊഴണ്ടമ്മ. ഇവിടെ ഇങ്ങനെ മനസ്സിലിങ്ങനെ മരിച്ചിനിയാ മനസ്സിൽ തന്നെ തൊഴണം. ഞാനൊക്കെ എന്റെ മനസ്സിലല്ലേ പ്രാർത്ഥിക്കണ. പോയി നോക്കാൻ പറ്റാത്തവര് മനസ്സിൽ പ്രാർത്ഥിക്കും. നിനക്ക് വേണ്ടിയെന്ന് പ്രാർത്ഥിക്കൂല, എനിക്ക് വേണ്ടിയായി പ്രാർത്ഥിക്കും. അതങ്ങനെ തന്നെ ആയിരിക്കണം. ഭഗവാനെ എനിക്കെന്നും ആയുരാരോഗ്യ സൗഖ്യം കിട്ടണേന്ന് എന്നെ പ്രാർത്ഥിച്ചാൽ മതി. അവർക്ക് ആരോഗ്യമൊന്നും കിട്ടല്ലേ, എന്നാലേ ഞാൻ പട്ടിണി എടുത്ത് പണ്ടാണെങ്കിൽ ചാവുള്ളൂ എന്നും കൂടെ പറ. അങ്ങനെയൊന്നും പറയില്ല. ഗ്ലാസ് കഴുകണോ? ഞാൻ കഴിവാ. ചെറുക്കാ ബിരിയാണി ആയി, ഇന്ന് ബിരിയാണി ആയി. നിനക്ക് അറിഞ്ഞൂടെ ബിരിയാണി? എനിക്കും അറിഞ്ഞൂടാ. അവരറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനു പറയണ? ആർക്കും അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനു പറയണ? ഓണത്തിന് ഇനി ചോറ് പോയി സദ്യ പോയി. ഓണത്തിനകത്ത് കയറി കഴിക്കുവോ? ഞാൻ അകത്താറൂല. പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ സദ്യ കഴിക്കും? പോയ നാളല്ലേ. ഇപ്പൊ അവരുടെ പേര് പൂയൻ നിരന്തരം, പൂയൻ തിരുനാൾ. പോയ നാളാണ്. അങ്ങനെ പേരെല്ലാരും വിളിക്കണം. കളവന്റെ ഫോട്ടോക്കാര് കഴിക്കുന്നു, നോയിക്കൊണ്ടിരിക്കുന്നു. കിളവൻ നോയിക്കൊണ്ട്, കിളവന്റെ ഫോട്ടോ അവരെ പേടി. അപ്പൊ ഉണ്ടായിരുന്ന കിളവനെന്ന് പറയല്ലേ, അപ്പൂപ്പനെന്ന് പറ. അപ്പൂപ്പൻ നോയിക്കൊണ്ടിരുന്ന നമ്മളെ തിന്നാനൊക്കെ പേടിയാണ്. എന്തിന്? ആ കളവന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കോ? ആരെങ്കിലും പേടിയുണ്ടല്ലോ, ഒരു ഫോട്ടോ എങ്കിലും പേടിയുണ്ടല്ലോ ഭഗവാന്. അതിന്റെ അമ്മ അപ്പൂപ്പന് ഇത്ര പേടി? അപ്പൂപ്പന് ഇത്ര പേടിയില്ല. നമ്മളെ വീട്ടിലൊന്നും പേടിയില്ലേ? ഫോട്ടോയെ പേടിയുള്ളോ? അടിക്കാനൊന്നുമില്ല അപ്പൂപ്പൻ. അടിക്കൂലേ? ദോദു ദോദു ദോദു, നീ അവിടെ മര്യാദക്ക് കിടന്നേലേ. ഇങ്ങോട്ട് കയറൊക്കെ സുധീഷിന് അടിയേരും. അവിടെ നില്ലേ. എന്താണ് എന്താണ്? നക്കി നക്കി. അപ്പൂപ്പന് ഭയങ്കര പടിയാണ്. അപ്പൊ അത് തിന്നൂല? അപ്പൂപ്പന് ഭയങ്കര പടിയാണ്. അപ്പൊ സദ്യ എങ്ങനെ കഴിക്കും? അരിയായിരിക്കും വീട്ടിൽ കൊണ്ട് കന്നാ മതി. ശരി. ഇന്നാൾ വെച്ച ബിരിയാണി കഴിച്ചു. നിങ്ങൾ ഏത് ബിരിയാണി വെച്ചാ? നമുക്കിന്ന് മാറ്റി പിടിക്കാം. നോക്കട്ടെ, ആലോചിക്കാം. ആരോഗ്യം ഉണ്ടെങ്കിൽ വെക്കാം. നിനക്ക് എന്തൊരു സൂക്കേട്? അതുള്ളത് തന്നെ, സൂക്കേടൊന്നുമില്ല. നിനക്ക് എനിക്ക് നൈറ്റ് എല്ലാം കയറിപ്പോയി. അത് മനസ്സിലായി. ഇതുകൊണ്ട് നിരത്തിയിട്ടിരിക്കണപ്പ മനസ്സിലായി കീറിപ്പോയെന്ന്. കണ്ടില്ലേ കീറിപ്പോയി എല്ലാ നൈറ്റിയുടെയും. താണ്ടാണ്ടില്ലേ ഇങ്ങോട്ട് എടുത്താണ് അമ്മ കാണിച്ചു കൊടുക്കട്ടെ. അമ്മ കാണിച്ചു കൊടുക്കട്ടെ അമ്മ. വരണില്ലല്ല. താണ്ടാ എല്ലാ നൈറ്റിയുടെയും. ഇത് നൈറ്റിയുടെ തുമ്പാണ്, വലിച്ചു കീറും. ഇന്നലെ മോൻ കയറി അലമാരിക്കകത്തിരുന്ന് മിണ്ടായിരിയമ്മ തള്ളാതാ ഒരു ചുമട് ഇന്നലെ മോൻ വലിച്ചു കീറി എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. താണ്ട ഇതൊരു നൈറ്റിയാണ്. നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. താണ്ട ഇതൊരു നൈറ്റിയാണ്. നൈറ്റി മുഴുവൻ വലിച്ചു കീറി തലയെ കെട്ടാണ് ജോലി. എന്നിട്ട് പറയാൻ നൈറ്റി ഇല്ല. എല്ലാ നൈറ്റിയുടെ തുമ്പ്. താണ്ട ഇത് നൈറ്റിയുടെ തുമ്പാണ്. ഇന്നലെ ഒരു പാന്റ് ഞാൻ വെളിയിൽ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടിരുന്ന എന്റെ പാന്റിന്റെ തുമ്പ് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞ്. കളയമ്മ. തലയെ കെട്ട കറുപ്പ് എവിടെ? ഒരു തവണ തലയിൽ കെട്ടിയിട്ട് 24 മണിക്കൂർ ഇങ്ങനെ വലിച്ചിരുന്ന് അതിൽ കെട്ടി വീഴല്ലേ ചെയ്യുള്ളൂ. അത് കെട്ടി വീഴുന്ന. അപ്പൊ അത് ആരെ തെറ്റാണ്? ഒരു തല ഒരു വട്ടം കെട്ടിയാ പിന്നെ ആ തലയിൽ തൊടരുത്. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പിടിച്ച് വലിച്ചല്ലേ അതിൽ കെട്ടൊക്കെ വീഴണ.
ഇത് കെട്ടല്ലെന്ന് അമ്മ പറഞ്ഞതല്ലേ, കറുത്ത തുണിയെ കെട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലേ. കറുത്ത തുണിയില്ല, കറുത്ത തുണി അലമാരിക്കകത്തിരിക്കുന്നത്. അമേരിക്കകത്ത് ആ പേശിനകത്ത് നമുക്ക് നോക്കിയിട്ട് അത് എത്തൂല്ല. നമുക്ക് നോക്കിയിട്ട് വരാം. ബാ ബാ എന്റെ കൂടെ അത് അത് എത്തൂല. ബാ നോക്കിയിട്ട് വരാന്ന് വരി. ബാ ഡോറ വരണോ നോക്കിയാണ്. എവിടെയമ്മ നിങ്ങടെ അത്രയും ചെറുത് വേണ്ട വേണ്ട എത്തൂല്ല. വേണ്ട. ഇത് ചവിട്ടിയിട്ടതാണേ, ഇതുകൊണ്ട് ഇത് ചവിട്ടിയിട്ടതാണേ, പോണേ. ഇത് പാവാടേതാണേ, ഇത് കറുത്ത ഞാൻ കൊടുത്ത കറുത്ത തുണി. പോണേ. ഇത് നന്ദന്റെ നിക്കറിന്റെ ആണേ, ഇത് പാവാടേത്. ഭഗവാന് പോണേ. ഈ കറുത്ത തുണി എത്തൂല്ല തലാട്ടെ. വേണ്ട വേണ്ട. കറുത്ത തുണിയെ എല്ലാത്തിനും ഇങ്ങനെ കെട്ടാക്കി വെക്കുക. എന്നിട്ട് ഇതിനെ എത്തൂലെന്നും പറഞ്ഞ് അതിനെ കളയും. ഇതെത്തൂല്ല. എത്ര കറുത്ത തുണി ഇരിക്കും. എല്ലാം വേണ്ട കെട്ടി കെട്ടി എല്ലാം കെട്ടി കെട്ടി ഇതെന്തിനാ പേപ്പറൊക്കെ പരീക്ഷ എഴുതാനാ? കൊണ്ടുവരണമെങ്കിൽ പൊന്നു വയ്ക്കാൻ പെണ്ണെ പരീക്ഷ എഴുതാൻ പോണം. ഇത്രയും കറുത്ത തുണി, ബാക്കി തുണിയൊക്കെ ഞാൻ കളഞ്ഞു കേട്ടാ. ഇത്രയും കറുത്ത തുണിയുണ്ട്. ഇത്രയും കറുത്ത തുണി ഇരുന്നിട്ടാണ് ഇതുകൊണ്ട് എത്തൂല്ല. അത് ഞാൻ നീളത്തിന് കട്ട് ചെയ്ത് തരാം. വേറെ അതിനടിക്കാൻ നീല കുനിയാൻ പറ്റൂല. നൂലൊക്കെ കെട്ടി നാണ്ടടക്കണം. ഞാനേ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇതിനകത്ത് കേറണില്ല. അതതിനകത്ത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യായി ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കേറണില്ല. ഇങ്ങനെയാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇന്ന് ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് കയറിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് മുഴുവൻ കണ്ടാ ചുമര് മുഴുവൻ ആക്രി ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടാ എന്ത് ചെയ്യാന്നൊക്കെയാണ്. വീണ്ടും കുപ്പികളും നിറഞ്ഞ് പാട്ടകളും നിറഞ്ഞ് എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇതിനകത്ത് കേറണില്ല. കേറാത്തോണ്ടാണ്. ഈ മരുന്നൊക്കെ എന്തിനമ്മ ഇവിടെ കൊണ്ട് വെച്ചിരിക്കണ? മരുന്ന്? ഓ മരുന്ന് അവിടെ ഇരിക്കട്ടെ. മൂക്കിലൊഴിക്കണം മരുന്ന് ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് കേറാത്തോണ്ടാണ് വീണ്ടും എല്ലാം പറക്കിക്കൊണ്ട് വെച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കയറി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് അടച്ചിര. ഇപ്പൊ കറുത്ത തുണി ഉണ്ടല്ലോ തലയിൽ കെട്ടാൻ. ഒത്തൂല്ല. അതെത്താത്ത അമ്മ ഞാൻ കെട്ടി കാണിച്ചു തരാമല്ലോ. ഇതൊരു തുണി തിരിയമ്മ തിരി. എന്താണമ്മ കെട്ടാൻ പറ്റാത്ത? ഇത് കെട്ടേ എത്തൂല്ല. പിന്നെ നാളെ തന്നെ കെട്ടിയതല്ല ഞാൻ. ഇതാ ഇത് എവിടെയാണ് എത്താത്ത? അതാണ്ട് ഇതെന്താണ് കുഴപ്പം? നിങ്ങളത് പറ. ഇതാ ഇതെന്താണ് കുഴപ്പം? തൊട്ട് നോക്കിയാണ്. ഇത്രയും നീളത്തിന് കിടക്കയല്ലേ. ഒരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്ത ആരെ കൊണ്ടും പറ്റൂല. സ്വയം അങ്ങൻ പറയും എന്നെ കൊണ്ട് കറുപ്പ് പറ്റൂല. എത്ര ഇതൊക്കെ പറഞ്ഞത് കളർ ഈ ചില ആൻസൈറ്റി മാതിരിയുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതാണ്. അതായത് കയ്യിലെയോ നല്ല കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും തുണിയുണ്ട് അത് കീറി തലയെ കെട്ടണം. അതൊരു സിറ്റുവേഷൻ അവസ്ഥയാണ്. തുണി വെച്ചാണ് ഞാൻ തിരുത്താൻ പറ്റൂല. എത്ര നമ്മൾ കെട്ടിക്കൊടുത്താലും അമ്മയ്ക്ക് നല്ല ഭംഗിയുള്ള തുണിയുണ്ട് കീറിയിരിക്കണം. എന്റെ ഒരു പാന്റിനെ കീറിക്കളഞ്ഞു, ഒരു പച്ച പാന്റ്. ഞാൻ അടത്തുണിയൊക്കെ എടുത്തിട്ടോ. ബിരിയാണി ഞാൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത നിങ്ങൾക്ക് ഇനി ബിരിയാണി വെച്ച് തരാൻ പറഞ്ഞു. ബിരിയാണിയായി പറഞ്ഞാൽ കേൾക്കാത്ത നിങ്ങൾക്ക് ഇനി ബിരിയാണി വെക്കണില്ല, ഒന്നും വെക്കണില്ല. പോ നിങ്ങളെ പാട്ടിന്. ഒരു വഹ പറഞ്ഞാൽ കേൾക്കൂല. ഒരു വഹ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇനി ബിരിയാണിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ വെച്ചേരണ. ബിരിയാണി ആയി തന്നെ ഞാൻ വെക്കൂല. ഇന്ന് ബിരിയാണി ആയി തന്നെ. ബിരിയാണി വെച്ചേന്നാ കേക്കാം. അതിനിപ്പം ബിരിയാണി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ബിരിയാണിക്ക് വേണ്ടി പതിച്ച പണി 18 നോക്കും. 28ാമത്തെ അടവുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും. വന്ന് അലപ്പ് കേട്ടെന്ന്. ബിരിയാണി തന്നെ ഡോറഞ്ഞ വാ വാ. നിങ്ങൾ വേണ്ട ബിരിയാണി വെച്ച് തരാന്ന് പറഞ്ഞതാ വന്നു. ഇനി നിങ്ങൾ തമ്മിൽ ബിരിയാണി വെച്ചോ. അവര് സൗണ്ട് കേൾക്കുമെങ്കിൽ ഡോറ വരും. ശരി നോക്കട്ടെ. ശരി നോക്കട്ടെ.
പോയി ഗ്ലാസ് കഴിയും പോയി. മാറി പെണ്ണും പിള്ളേ. അപ്പോ കുഞ്ഞിപ്പോ. ബിരിയാണി അല്ലെങ്കിൽ ഞാൻ വെക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നേ. ബിരിയാണി വെക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വെച്ചു കൊടുക്കാം. എന്നാൽ ഞായറാഴ്ചയിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വെക്കാം. ഞാൻ മട്ടൻ ബിരിയാണി വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടേ. ഇന്നേ ചോറേ ഇന്നേ വരെ ലൈഫില് അമ്മ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടില്ല. മട്ടൻ എന്നല്ല, ചില കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇപ്പൊ ഇന്നാളെ ബീഫ് ബിരിയാണി വെച്ചു കൊടുത്തു, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. ഇനി ഞാൻ മട്ടൻ ബിരിയാണി വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടേ. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഹോട്ടലിൽ പാരഗൺ നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടെ. അപ്പം ഞാൻ അവിടെ പോയി മട്ടൻ ബിരിയാണി ഞാൻ മാത്രം കഴിച്ചു, ഞാൻ നന്ദനും ചേട്ടൻ ഊണാ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു വീട്ടിൽ മേടിച്ച് വെക്കാം. നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള നമുക്ക് എല്ലാവർക്കും മേടിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വെക്കാന്ന്. അപ്പം ഇന്ന് ഞാൻ മട്ടൻ ബിരിയാണി വെക്കാൻ പോവേണേ. എന്തായാലും അമ്മ ബിരിയാണി വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്നത്തെ ആ ടേസ്റ്റ് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ മട്ടൻ ആക്കാന്ന് കരുതി. അപ്പം ഇന്ന് മട്ടൻ ബിരിയാണി വെക്കാം. കാണാവേ ബാക്കി ശേഷം സ്ക്രീനിൽ. പോട്ടെ, ജോലിയുണ്ട്. പിന്നെ ബിരിയാണി കഴിയുന്നേ. നീ ഇപ്പൊ ഭഗവാനെ അത് കിട്ടുന്നതുവരെ ഈ വിളി തന്നെ ആയിരിക്കും. ബിരിയാണി കഴിയുന്നേ. ഒന്ന് അലറാതിരിക്കോ, ഞാൻ വച്ചു തരാം. അടങ്ങോ. പിന്നെ എന്തമ്മ ഇതുവരെക്കും ചോറ് കഞ്ഞി ആയില്ലേ? ഇല്ലമ്മ ആയില്ലമ്മ. നിങ്ങൾ പറഞ്ഞ ഉടനെ സ്വിച്ചിട്ടതുപോലെ ആവാനല്ല, അത് സമയമുണ്ട്. ബിരിയാണിയൊക്കെ വെക്കാൻ സമയം എടുക്കും. ചോറിന് കുറച്ചേരായി ചോറായി. ഇപ്പം പുട്ട് കഴിച്ചതല്ലേ ഉള്ളൂ. ഇപ്പൊ തരാ ആഹാരം വയ്ക്കണതേ ഉള്ളൂ. 4 മണിക്കൂറാവും നിനക്ക് ആഹാരം വെക്കണമെങ്കിൽ അങ്ങനെയല്ലമ്മ. ഈ രുചിയുണ്ടെന്ന് പറഞ്ഞാ പോരാ. രുചിക്ക് കിട്ടണമെങ്കിൽ അതിന് 4 കൂട്ടം ചേരണം, എന്നാലേ രുചിയാവുള്ളൂ. അത് അടുക്കളയിൽ കിടക്കണ കോലം കണ്ട ഇത് മുഴുവൻ അടുക്കി പറക്കണം. ആഹാരമൊക്കെ അടുക്കി പറക്കട്ടെ. ചോറ കഞ്ഞാ ബിരിയാണിയാ? ബിരിയാണി അമ്മ, ബിരിയാണി. നിങ്ങൾ ബിരിയാണി വേണമെന്നല്ലേ പറഞ്ഞത്? നീ ബിരിയാണിയാ വെച്ചത്? എനിക്ക് ചോറ് മതി, ഈ ബിരിയാണി ഒന്നും വേണ്ട. ബിരിയാണി വേണ്ടേ? ആ, എനിക്ക് ചോറ് മതി. ഇപ്പഴല്ലേ നിങ്ങൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞ? എനിക്ക് ചോറ് മതി. ഇനി ചോറൊന്നുമില്ല, ഇവിടെ ബിരിയാണിയേ ഉള്ളൂ. നിങ്ങൾ പോയാ നിങ്ങളെ പാട്ടിന്. അപ്പോഴപ്പോഴും ചോറ് വേണം, ബിരിയാണി വേണം. നിങ്ങൾ സൗകര്യത്തിന് വാക്ക് പറയാൻ എന്ത് ചെയ്യാൻ? എനിക്ക് ബിരിയാണി വേണ്ട. ബിരിയാണി വേണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, പോ നിങ്ങളെ പാട്ടിന്. എനിക്ക് വയ്യ. എനിക്ക് ബിരിയാണി ഒന്നും ഉറങ്ങൂല. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് ബിരിയാണി മതി. നിങ്ങൾ രാവിലെ തൊട്ട് ബിരിയാണിയെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ ബിരിയാണി വെച്ച്. ഞാൻ ബിരിയാണിയാണ് വെച്ചത് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. നീ ചോറ് വെച്ചു ബിരിയാണിയാണ് വെച്ചത്. ഓ, ഞാൻ ബിരിയാണിയാണ് വെച്ചത്. മോമ്പോയ പോക്കിന് ഇപ്പൊ കഴുത്തു ഒരു തെറിച്ചന. ബിരിയാണി വേണ്ടായിരുന്നു. ബിരിയാണി എനിക്ക് എന്റെ വായിക്ക് പറ്റൂല. നിങ്ങളെ വായിക്ക് എന്താണ് പറ്റണത്? ഞാൻ ഇവിടെ ഇങ്ങനെ ആരോഗ്യത്തോടെ നിന്ന് നിങ്ങൾ പറയണതൊക്കെ വച്ച് തരണോണ്ട് നിങ്ങളെ വായിക്ക് പറ്റൂല. വേറെ വല്ലവരും അവന്റെ കൂടെ കാള് അവന്റെ കേൾക്കാനൊന്നും എനിക്ക് വയ്യ. അതായത് നിങ്ങളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ നിങ്ങളുടെ അമ്മ? അവനാണ് കൊണ്ടുപോകുന്നത്, കൊണ്ടേ കാണിക്കണ. രാവിലെ പറഞ്ഞത് അന്ന് അങ്ങോട്ട് ചെല്ലി അവർ കേൾക്കണില്ല. ബിരിയാണി വേണോന്ന് പറഞ്ഞു, അന്ന് വെച്ച ബിരിയാണി. എന്നിട്ട് ഇപ്പൊ പറയണ ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങള് നമ്മള് കേട്ടത്, ഞാനും കേട്ടതല്ലേ. അന്ന് വെച്ച ബിരിയാണി വെക്കാനല്ലേ പറഞ്ഞ? അന്ന് വെച്ചതിൽ ഒരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ബിരിയാണി വെച്ചു, അന്ന് വെച്ച ബിരിയാണി വേണോന്ന് രാവിലെ പറഞ്ഞില്ലേ? പറഞ്ഞ പിന്നെ ഇപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. രാവിലെ പറഞ്ഞു അത് തന്നെ. ഇപ്പൊ ഉച്ചക്ക് താണ്ട റെഡിയായി, 12 മണിയാവുമ്പോ റെഡിയാവണം. ഇപ്പൊ തിന്നൂലെന്ന് പറഞ്ഞ ഇനിയിപ്പൊ ചോറ് വയ്ക്കാൻ സമയമില്ല. അവക്ക് വേറെ തൊഴിലൊന്നും ഇല്ലല്ലേ? അവക്ക് ചോറ് വായിപ്പിക്കാൻ ഞാൻ വേറെ തൊഴിലൊന്നും ഇല്ല. ശരി, അവളെ അല്ല മറ്റേ വേറെ ആണെങ്കിൽ ഇപ്പൊ അടിയാൻ തന്നെ ഇപ്പൊ അടി കിട്ടിയാനാ. എന്നൊക്കെ പറയണൊക്കെ ഇപ്പൊ അടി കിട്ടിയാന, എനിക്കും കൂടെ കിട്ടിയാനാ. അവക്ക് വേറെ ഒരേ ചോറ് വായി. ചോറിന് അവിടെ കലം വെച്ചിട്ടുണ്ട്.
അടുപ്പിലോ ഇനിയിപ്പൊ അത് ചോറാണെന്ന് അത് ചോറെന്നും പറഞ്ഞു സമാധാനപ്പെടും. ഇപ്പൊ നമുക്കൊരു പരിഹാരം കാണാം. എന്തിനാ ഞാൻ ചോറ് വെക്കാനാ? ചോറൊന്നും വെക്കണ്ട, അവര് പോട്ട് പോയി. ശരി പോട്ട്, ചോറൊന്നും വെക്കണ്ട. ഞാൻ ഇത് കൊടുക്കാം. ഇത് വിളമ്പി കൊടുക്കുമ്പോ രുചിയോട്ട് ഞാൻ ആക്കിയിട്ട് പറയാം. ഇത് മതി പെണ്ണേ. ഇനിയിപ്പം ഒന്നും പറയാൻ നിൽക്കില്ല. ഇനിയിപ്പം പിന്നെ ചോറ് അവനോട് കേട്ടാ. അപ്പൊ നിങ്ങൾക്കൊന്നും വേണ്ടേ? അവനോട് നിങ്ങൾക്ക് വേണ്ടേ? അവനോട് അമ്മ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് പിന്നെ അടി. പിന്നെ അവന് കൊടുത്തിട്ട് മതി. എനിക്കിപ്പോ ഒന്നും ആവശ്യമില്ല. അവനോട് ചോറ് വയ്ക്കാൻ പറഞ്ഞ ബിരിയാണി വെച്ചു എന്റെ അവളുടെ ചോറിനൊന്നും ഞാൻ തിന്നില്ല. ബിരിയാണി വയ്ക്കാൻ പറഞ്ഞ അപ്പൊ അവള് ചോറ് വയ്ക്കാൻ പറഞ്ഞപ്പോ അവള് ബിരിയാണി വെച്ചു. കൊടുക്കുമ്പോഴേ ബിരിയാണിയൊന്നും എനിക്കാണ്ട. എല്ലാം വെച്ച് കളർഫുൾ ആക്കുമ്പോ കഴിക്കുന്നേ. കൊച്ചവിടെ പേടിക്കണേ. ഇനിയിപ്പൊ പോട്ട് വീട് പെട്ടെന്ന് ആവട്ടെ. എനിക്ക് വെച്ചേക്കണം. എനിക്ക് മാത്രം വായുമില്ല വയറുമില്ല. പോയാണ് ഞങ്ങൾ എടുത്തോണ്ട് ഇങ്ങനെ അടുക്കള ഒതുക്കിയിട്ട് എന്തും എടുക്കോളൂ. നമ്മളെ ഫുഡൊക്കെ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. സെറ്റ് ആക്കിയിട്ട് പപ്പടം പൊരിക്കുക, എണ്ണ അടുപ്പത്തിരിക്കുന്ന മുട്ട, റൈസ്, മട്ടൻ കറിയായിട്ട് പെരട്ടി വെച്ചതാണ് പ്രശ്നം. എനിക്ക് കറിയാണ് ഇഷ്ടം. എനിക്ക് അതുകൊണ്ട് പെരട്ടി വെച്ചിരിക്കുന്നു. എനിക്ക് കറിയാണ് ഇഷ്ടം. നോക്കിയാണ് പെരട്ടി വെച്ചിരിക്കുന്നു. എനിക്ക് കറിയാണ് ഇഷ്ടം. പപ്പടം കൂടെ വെച്ചാൽ നമുക്ക് ഫൈനൽ കാണാം. അപ്പൊ വീണ്ടും വന്നു കേട്ടോ. വന്നു കാക്കയേറ്റ് കുസ്തി. അങ്ങനെയൊന്നും പോകൂല. അവിടെ വരെ പോയപ്പോഴാണ് അതെങ്കിൽ തിന്നണേലെന്ന് എഴുതി തിരിച്ചു വന്നു. കാക്കയേറ്റ് കുസ്തി ചോദിച്ചു നോക്കട്ടെ. അമ്മ ഇനിയിപ്പൊ ബിരിയാണി മതിയാ? ഇനിയിപ്പൊ എന്താ ബിരിയാണി ഇത്രേ ഉള്ളൂ. നീ എന്തരിയേ? ബിരിയാണി എങ്കിൽ ബിരിയാണി. അപ്പോ സംഭവം തന്നെ ശോഭനെ. നിങ്ങള് കാക്കകളെ എത്ര കാക്ക കൂടിയ ടീച്ചക്ക് അതിന്റെ പട്ടേരി താമസിക്കണ്ടേ? ഈ വസ്തുവിലെ സ്ഥലമുള്ളൂന്ന് ചോരമ്മ. കാക്കക്ക് കൊറേ ഓട കെട്ടി വെച്ചേക്കണ്. കുറച്ചുള്ളിയെല്ലാം എല്ലാം കൂടെ. അത് തന്നെ ഈ കാക്കകൾ ഇങ്ങനെ സജ്ജാച്ചിരിക്ക അതിന്റെ പണ്ടേരി ചോട. അപ്പൊ അവന്റെ കൂട്ടു വെച്ചേക്കണ്. നാല് കാര്യത്തിനും ചെയ്യാന് മാളിക കെട്ടി വെച്ചിരിക്കണെന്ന് പറയാം. കാക്കേ മാളിക കെട്ടി വെച്ചിരിക്കണെന്ന് കൈ ചൂണ്ടി കാണിക്കും. മേലെ കെട്ടി വെച്ചേക്കണ്. ആ ചുള്ളി ഓടിച്ചെടുത്തോണ്ട് അവിടെ മേലെ കെട്ടി വെച്ചേക്കാണ്. എനിക്ക് കേട്ടോ. പൊട്ടിക്ക് എങ്ങനെ കേൾക്കാം? ഇത് പൊട്ടിക്കാവൂല. ഈ ചുള്ളികളെ ഒന്നും പൊട്ടിക്കാവൂല. കാണിക്കണം. മുട്ടാക്ക ഞാൻ തിന്നൂല. ഓക്കെ. അപ്പൊ അതെ കളർഫുൾ ആയിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ബിരിയാണി മട്ടൻ ഞാന് 2 ടൈപ്പ് വെക്കും. ഇന്നാൾ വെച്ച് നിങ്ങൾ കണ്ടായിരുന്നല്ല, ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇന്ന് ഇങ്ങനെ വെച്ച് മട്ടൻ ബിരിയാണിയുടെ ഇതാണ് ടേസ്റ്റ്. എടുക്കുന്നടാ കഴിച്ചാ മതി എല്ലാരും. ഓ മക്കള് കൂട്ടി കഴിച്ചോ. അമ്മ ഫുഡ് സ്വാദമാത്തിയെന്ന് പറഞ്ഞതാണ് ബിരിയാണി ആക്കി വെച്ചു. എന്തരിയാ നീ ഇതെങ്കില്ല ശരി കഴിക്കും.
ഇത് നേരത്തെ കഴിക്കും കഴിക്കും. നല്ല രുചിയുണ്ടമ്മ. താങ്ക് യു. താങ്ക് യു. കൊള്ളാമോന്നേ? നല്ല രുചിയുണ്ട്. ഇത് ആട് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ കഴിക്കണം. കഴിക്കണേ? കഴിക്കും കഴിക്കും. ഞാനും ജീവിതത്തിൽ കഴിക്കുന്നുണ്ട്. ഓടി കല്ലി. അമ്മ ഇത് വിരവ്, അമ്മ വിരവ്, മുഴുവൻ വിരവ്. വിരവ് കൈകൊണ്ട് വിരവ്. എല്ലാം വിരവ് വിരവ് വിരവ്, മൊത്തത്തിൽ വിരവ്. ഞാൻ വിരവി തരുന്ന പോലെ എല്ലാം നന്നായിട്ട് വിരവി, നന്നായിട്ട് വിരവ്. അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് വിരവ്. കൊച്ചു പിള്ളേരെക്കാട്ടിയും കഷ്ടമാണല്ലോ മണ്ണ് നിർത്തായാലും. ഇനി വാരി കഴിച്ചാണ്. ഇനി വാരി കഴിക്കും. പഴുപ്പത്തിനാണ് മണ്ടയ്ക്ക്, പഴുപ്പത്തിനാണ് മണ്ടയ്ക്ക്.